ഹായ് ഗായസ് ഗലിബ്രോ എന്ന് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 8th വീക്ക് ഒഫീഷ്യലുകളിലെ വാശേറി വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാവിലെ 11 മണി വരെയുള്ള റൺ ഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 11 പേരാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. ഇവരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കയറി തന്നെ വോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സേവ് ആകത്തുള്ളൂ. അതോടൊപ്പം വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും അറിയാനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇന്ന് രാവിലെ 11 മണി വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അനീഷാണ് തുടരുന്നത്. അനീഷ് 1ാം പൊസിഷനിൽ പാറ പോലെ ഉറച്ചിരിക്കുകയാണ്. തനിക്കൊരു എതിരാളിയില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമാണ് ഇപ്പോൾ അനീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 13,211 കൂറ്റം വോട്ട് നേടി 1ാം പൊസിഷനിലാണ് തുടരുന്നത്. 2ാം പൊസിഷനിൽ ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. ഷാനവാസിൻ്റെ പൊസിഷന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. പക്ഷേ ഒരു ഘട്ടത്തിലും അനീഷിനെ എത്തിപ്പിടിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം ഇപ്പോൾ കണ്ടുവരുന്നില്ല. 9,876 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് ആദില കയറി വന്നിരിക്കുകയാണ്. ആദിലയ്ക്ക് നൂറയുടെ ഒരു സപ്പോർട്ടും കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും വോട്ട് നേടാൻ സാധിച്ചത്. 7,866 എന്ന കൂറ്റം വോട്ട് നേടിയാണ് 3ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 4ാം പൊസിഷനിലേക്ക് വേദലക്ഷ്മി തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ ഒരു മുന്നേറ്റം നടത്തിയെങ്കിലും ഇപ്പോൾ ചെറിയ രീതിയിലൊരു വോട്ടിംഗ് ഇടിവ് കാരണം 7,800 വോട്ടോടുകൂടി 4ാം പൊസിഷനിലേക്ക് വീണുപോയിരിക്കുകയാണ്. 5ാം പൊസിഷനിൽ ജിസേൽ തന്നെയാണ് തുടരുന്നത്. ജിസേൽ നേരത്തെ നല്ലൊരു മുന്നേറ്റം നടത്തി ഒന്ന് പിന്നിലേക്ക് വന്നെങ്കിലും ഇപ്പോൾ 5ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 6,899 എന്ന കൂറ്റം വോട്ട് നേടി 5ാം പൊസിഷനിൽ സേഫായി തന്നെ തുടരുകയാണ്. 6ാം പൊസിഷനിൽ അക്ബർ ഖാൻ തന്നെ തുടരുകയാണ്. അക്ബറിന് യാതൊരു മാറ്റവുമില്ലാണ്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടിങ്ങിൽ കാര്യമായ മുന്നേറ്റം നേടാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ 6,523 വോട്ട് നേടി 6ാം പൊസിഷനിലാണുള്ളത്. 7ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി ജിഷിൻ കയറി വന്നിരിക്കുകയാണ്. വോട്ടിങ്ങിന് തുടക്കത്തിൽ ഏറ്റവും പിന്നിലായിരുന്ന മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലത്തോടെ വോട്ടിങ്ങിൽ മുന്നേറ്റം നടത്തി ഇപ്പോൾ 7ാം പൊസിഷനിൽ ബിന്നി അട്ടിമറിച്ചുകൊണ്ട് 6,035 വോട്ടിൻ്റെ ഫലത്തിൽ 7ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 8ാം പൊസിഷനിലേക്ക് ബിന്നി സെബാസ്റ്റ്യൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രകടനം നടത്തിയെങ്കിലും ജിഷിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ 5,955 വോട്ട് നേടി 8ാം പൊസിഷനിലേക്ക് വീണു പോയിരിക്കുകയാണ്. 9ാം പൊസിഷനിലേക്ക് ആര്യൻ ഖത്തറിയെ കയറി വന്നിരിക്കുകയാണ്. സാബുമാനെ അട്ടിമറിച്ചുകൊണ്ടാണ് 9ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 5,909 വോട്ടിൻ്റെ ഫലത്തിലാണ് 9ാം പൊസിഷനിൽ തിരിച്ചെടുത്തിരിക്കുന്നത്. 10ാം പൊസിഷനിലേക്ക് സാബുമാൻ വീണു പോയിരിക്കുകയാണ്. ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് സാബുമാൻ. ഇപ്പോൾ 5,790 വോട്ടോടുകൂടി 10ാം പൊസിഷനിലേക്ക് വീണു പോയിരിക്കുകയാണ്. 11ാം പൊസിഷനിൽ അഭിലാഷ് തന്നെയാണ് തുടരുന്നത്. യാതൊരു മാറ്റവുമില്ലാണ്ട് തൻ്റെ പൊസിഷൻ മാറാതെ 5,675 വോട്ടുമായിട്ട് 11ാം പൊസിഷനിലുണ്ട്. എന്നാൽ ഇപ്പോൾ സാബുമാനായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ എന്ത് പൊസിഷൻ വേണമെങ്കിലും മാറി മറിയാം.